നമസ്കാരം. ഓം ശ്രീമദ് വാൽമീകി രാമായണം ധ്യാന ശ്ലോകങ്ങൾ. കുജനം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖം വന്ദേ വാൽമീകി കോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീമദ് വാൽമീകി രാമായണം അയോധ്യാകാന്ഡം ഷഡശീതിതമ സർഗഃ 86-ാം സർഗം. 86-ാം സർഗത്തിലെ 1 മുതൽ 12 വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം. 1-ാമത്തെ ശ്ലോകം. ചക്ഷേദ സദ്ഭാവം ലക്ഷ്മണസ്യ മഹാത്മനഃ ഭരതായ പ്രമേയായ ഗുഹോ ഗഹനഗോചരഃ തം ജാഗ്രതം ഗുണൈര്യുക്തം വരചാപേഷു ധാരിണം ഭ്രാതൃഗുപ്ത്യർത്ഥമത്യന്തം അഹം ലക്ഷ്മണമബ്രുവം. യം താത സുഖാശയ്യാ ത്വദർത്ഥമുപകൽപിത പ്രത്യാശ്വസിഹി ശേഷ്വാസ്യാം സുഖം രാഘവനന്ദന. ഉചിതോയം ജനഃ സർവോ ദുഃഖാനാം ത്വം സുഖോചിതഃ ധർമാത്മം തസ്യ ഗുപ്ത്യർത്ഥ്യം ജാഗരിഷ്യാമഹേ വയം. നഹി രാമാത് പ്രിയതരോ മമാസ്തി ഭുവി കശ്ചന മോത്സുകോ ഭൂർബ്രവീമേത്യദഥ സത്യം തവാഗ്രതഃ. അസ്യ പ്രസാദാദാശംസേ ലോകയസ്മിൻ സുമഹദ്യശഃ ധർമാവാപ്തിം ച വിപുലാം അർത്ഥകാമൗ ച കേവലൗ. സോഹം പ്രിയസഖം രാമം ശയാനാം സഹ സീതയാ രക്ഷിഷ്യാമി ധനുഷ്പാണി സർവൈസ്വൈർജ്ഞാതിഭിः സഹ. നഹി മേ വിദിതം കിംചിത് വനേസ്മിൻ ചരതഃ സദാ ചതുരംഗം ഹ്യപി ബലം പ്രസഹേമ വയം യുധി. ഏവമസ്മാഭിരുക്തേന ലക്ഷ്മണേന മഹാത്മനാ അനുനീതാ വയം സർവേ ധർമ്മമേവാനുപശ്യതാം. കഥം ദാശരഥൗ ഭൂമൗ ശയാനേ സഹ സീതയാ ശക്യാ നിദ്രാമയാ ലബ്ധും ജീവിതാനി സുഖാനി വാ. യോ ന ദേവാസുരൈ സർവൈ ശക്യ പ്രസഹിതും യുധി തം പശ്യ ഗുഹഃ സംവിഷ്ടം തൃണേഷു സഹ സീതയാ. മഹതാ തപസാ ലബ്ധൗ വിവിധൈച്ഛ പരിശ്രമൈഃ ഏകോ ദശരഥസ്യൈഷ്യ പുത്രസദൃശലക്ഷണഃ. 86-ാം സർഗത്തിലെ 1 മുതൽ 12 വരെയുള്ള ശ്ലോകങ്ങളാണ് ചൊല്ലിയത്. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഗുഹൻ ലക്ഷ്മണൻ്റെ കലർപ്പില്ലാത്ത നിസ്വാർത്ഥ സഹോദര സ്നേഹം മനസ്സിലാക്കിയിരുന്നു. കൊട്ടാരത്തിൽ നിന്നും തിരിച്ചതിൽ പിന്നെ ഇത്രയും ദിവസം ലക്ഷ്മണൻ
വിശ്രമിക്കുകയോ ഉറങ്ങുകയോ ചെയ്തിട്ടില്ലെന്ന് ഗുഹന് നല്ലതുപോലെ ബോധ്യമായി. ഇപ്പോൾ ലക്ഷ്മണൻ്റെ ഉപമിക്കാൻ വയ്യാത്ത ആ സ്നേഹാദരത്തെപ്പറ്റി ഗുഹൻ ഭരതനോട് പറയുകയാണ്. ലക്ഷ്മണൻ്റെ ഗുണഗണങ്ങൾ. 86-ാം സർഗത്തിലെ 1-ാമത്തെ ശ്ലോകം. ചക്ഷേത സദ്ഭാവം ലക്ഷ്മണസ്യ മഹാത്മനഃ ഭരതായ പ്രമേയായ ഗുഹോ ഗഗനഗോചരഃ. ചക്ഷോഥ സദ്ഭാവം ലക്ഷ്മണസ്യ മഹാത്മനഃ ഭരതായ പ്രമേയായ ഗുഹോ ഗഗനഗോചരഃ. 1-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം 86-ാം സർഗത്തിലെ വനവാസിയായ ഗുഹൻ മഹാത്മാവായ ലക്ഷ്മണൻ്റെ സ്വഭാവത്തെപ്പറ്റി അമേയ ഗുണശീലനായ ഭരതനോട് പറഞ്ഞു. ശ്ലോകം 2. തം ജാഗ്രതം ഗുണൈര്യുക്തം വരജാപേഷു ധാരിണം ഭാതൃഗുപ്ത്യർത്ഥമത്യന്തം അഹം ലക്ഷ്മണമബ്രുവം. ശ്ലോകം 2-ൻ്റെ അർത്ഥം. ഉത്തമ ഗുണങ്ങൾ ചേർന്നവനും ശ്രേഷ്ഠനുമായ അമ്പും വില്ലും ധരിച്ചവനും ഭ്രാതാവിൻ്റെ രക്ഷയ്ക്കായി എപ്പോഴും ഉണർന്നിരിക്കുന്നവനുമായ ലക്ഷ്മണനോട് ഞാൻ എന്ന് പറയുന്ന ഗുഹൻ പറയുകയുണ്ടായി. 3-4 ശ്ലോകങ്ങൾ. ഇയം താത സുഖാശയ്യ ത്വദർത്ഥമുപകൽപ്പിത പ്രത്യശ്വാസിഹിശേഷ്വാസ്യാം സുഖം രാഘവനന്ദന. ഉചിതോയം ജനഃ സർവോ ദുഃഖാനാം ത്വം സുഖോചിതഃ ധർമാത്മംസ്തസ്യ ഗുപ്തർത്ഥ്യം ജാഗരിഷ്യാമഹേ വയം. 3-4 ശ്ലോകങ്ങളുടെ അർത്ഥം. വത്സ, ഇതാ അങ്ങേക്കായി ഉണ്ടാക്കിയ സുഖശയ്യ. രഘുനന്ദന, ഇതിൽ ശയിക്കുക, കുറച്ച് വിശ്രമിക്കുക. ധർമാത്മാവേ, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാവരും അദ്ദേഹത്തിൻ്റെ, അതായത് രാമൻ്റെ സംരക്ഷണത്തിനായി ഉറങ്ങാതെ കാത്തിരിക്കാം. ഞങ്ങൾക്കത്തരം ക്ലേശങ്ങൾ പരിചിതമാണ്. ഗുഹൻ ലക്ഷ്മണനോട് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ ഭരതനെ അറിയിക്കുകയാണ്. പറഞ്ഞ കാര്യങ്ങളെല്ലാം, ലക്ഷ്മണനോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം. ശ്ലോകം 5. നഹി രാമാത് പ്രിയതരോ മമാസ്തി ഭുവി കശ്ചന മോത്സുകോ ഭൂർബ്രവീമ്യേതദഥ സത്യം തവാഗ്രതഃ. ശ്ലോകം 5-ൻ്റെ അർത്ഥം. ഈ ഭൂമിയിൽ രാമനേക്കാൾ പ്രിയതരനായി എനിക്കാരുമില്ല. അങ്ങ് ആശങ്കപ്പെടേണ്ടതില്ല. അങ്ങയുടെ മുൻപിൽ ഞാൻ അസത്യം പറയുകയില്ല. ശ്ലോകം 6. അസ്യ പ്രസാദദാശംസേ ലോകേസ്മിൻ സുമഹദ്യശഃ ധർമാവാപ്തിം ച വിപുലാം അർത്ഥകാമൗ ച കേവലൗ. ശ്ലോകം 6-ൻ്റെ അർത്ഥം. ഈ ലോകത്തിൽ മഹത്തായ യശസ്സും വൻതോതിൽ ധർമ്മരക്ഷണവും അദ്ദേഹത്തിൻ്റെ പ്രസാദത്താൽ ഉണ്ടാകുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശ്ലോകം 7. സോഹം പ്രിയസഖം രാമം ശയാനാം സഹ സീതയാ രക്ഷിഷ്യാമി ധനുഷ്പാണി സർവൈസ്വൈർജ്ഞാതിഭിः സഹ. ശ്ലോകം 7-ൻ്റെ അർത്ഥം. അങ്ങനെയുള്ള ഞാൻ സീതയോടുകൂടി ശയിക്കുന്ന പ്രിയ സുഹൃത്തായ രാമനെ വില്ലേന്തിക്കൊണ്ട് എൻ്റെ ബന്ധുക്കളെല്ലാവരോടും കൂടി രക്ഷിച്ചു കൊള്ളാം. ശ്ലോകം 8. നഹി മേ വിദിതം കിംചിത് വനേസ്മിൻ ചരതഃ സദാ ചതുരംഗം ഹ്യപിബലം പ്രസഹേമ വയം യുധി. ശ്ലോകം 8-ൻ്റെ അർത്ഥം. ഈ വനത്തിൽ തന്നെ എപ്പോഴും സഞ്ചരിക്കുന്നവനായ എനിക്ക് ഇവിടെ അറിയാനാവാത്തതായി ഒന്നുമില്ല. ചതുരംഗ സേനയെയും ഞങ്ങൾ യുദ്ധത്തിൽ തോൽപ്പിച്ച് ഓടിച്ചുകൊള്ളാം. ശ്ലോകം 9. ഏവമസ്മാഭിരുക്തേന ലക്ഷ്മണേന മഹാത്മന അനുനീതാ വയം സർവേ ധർമ്മമേവാനുപശ്യതാം. ശ്ലോകം 9-ൻ്റെ അർത്ഥം.
ഇപ്രകാരം ഞങ്ങൾ പറഞ്ഞപ്പോൾ മഹാത്മാവായ ധർമ്മം മാത്രം ദർശിക്കുന്നവനായ ലക്ഷ്മണൻ ഞങ്ങളെ എല്ലാവരെയും ഇങ്ങനെ അനുനയിപ്പിച്ചു. ശ്ലോകം 10. കഥം ദാശരഥൗ ഭൂമൗ ശയാനേ സഹ സീതയാ ശക്യാ നിദ്രാമയാ ലബ്ധും ജീവിതാനി സുഖാനി വാ. ശ്ലോകം 10ൻ്റെ അർത്ഥം: ദാശരഥി രാമൻ സീതയോടുകൂടി നിലത്ത് ശയിക്കുന്ന വേളയിൽ എനിക്കെങ്ങനെ ഉറങ്ങാൻ കഴിയും? എങ്ങനെ സൗകര്യങ്ങൾ അനുഭവിക്കാൻ കഴിയും? ശ്ലോകം 11. യോ ന ദേവാസുരൈ സർവൈ ശക്യപ്രസഹിതും യുധി തം പശ്യ ഗുഹസംവിഷ്ടം തൃണേഷു സഹസീതയാ. ശ്ലോകം 11ൻ്റെ അർത്ഥം: ലക്ഷ്മണൻ പിന്നെയും പറയുകയാണ്, ഗുഹ ആരാണോ സർവ്വദേവാസുരന്മാർക്കും യുദ്ധത്തിൽ എതിർക്കാൻ ആവാത്തവനായിരിക്കുന്നത്, ആ ആളിത സീതയോടുകൂടി പുൽക്കിടക്കയിൽ കിടക്കുന്നത് കണ്ടില്ലേ? ശ്ലോകം 12. മഹതാ തപസാ ലബ്ധോ വിവിധൈച്ഛ പരിശ്രമൈകൈ ഏകോ ദശരഥസ്യേഷ്യ പുത്രസദൃശലക്ഷണഃ. ദശരഥന് മഹത്തായ തപസ്സുകൊണ്ട് സിദ്ധിച്ചവനും സ്വന്തം മഹത്തായ ലക്ഷണങ്ങൾ ഒത്തിണങ്ങിയ അതുല്യപുത്രനുമാണ് ഇദ്ദേഹം, അതായത് രാമൻ. ഗുഹൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് ലക്ഷ്മണൻ അതൊന്നും കേൾക്കാൻ തയ്യാറാവുന്നില്ല. ജ്യേഷ്ഠൻ ഇങ്ങനെ ഈ പുൽപ്പായയിൽ കിടക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് വിശ്രമിക്കുന്നത് എന്നാണ് ലക്ഷ്മണൻ ഗുഹനോട് ചോദിക്കുന്നത്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.